Hi students, welcome to Learningo. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിന്റെ പാർട്ട് 1 ആണ്. സോ ലെറ്റ് us start. ഫസ്റ്റ് റിയൽ നമ്പേഴ്സ് എന്താ നമുക്ക് ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം റിയൽ നമ്പേഴ്സിൽ മെയിൻ ആയിട്ട് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ ഹോൾ ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ റിയൽ നമ്പേഴ്സിൽ എല്ലാം വരും, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇതെല്ലാം ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ. Any real number can be plotted on number line. ഇപ്പോൾ നമ്പർ ലൈൻ കോൺസെപ്റ്റ്സ് എല്ലാം പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്പർ ലൈനിൽ നമുക്ക് ഏത് റിയൽ നമ്പറിനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഫിഗർ നോക്കിയാൽ ക്ലിയർ ആണ്. ഇതാണ് ഈ കംപ്ലീറ്റ് എൻറ്റയർ ഔട്ടർ സർക്കിൾ, അതാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറെ നമ്പേഴ്സ് ഏതൊക്കെയാ? ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നാച്ചുറൽ നമ്പേഴ്സ്, അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം 1 to infinity. നെക്സ്റ്റ് കംസ് ഹോൾ നമ്പേഴ്സ്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 ഇൻക്ലൂഡ് ചെയ്യുക, അതായത് 0 to infinity, അത് ഹോൾ നമ്പേഴ്സ് ആവും. നെക്സ്റ്റ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഈ നാച്ചുറൽ നമ്പേഴ്സിലും ഹോൾ നമ്പേഴ്സിലെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് വന്നത്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ടേക്സ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പർ വാല്യൂസ്. നെക്സ്റ്റ് കംസ് റാഷണൽ നമ്പേഴ്സ്, അതായത് p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വേർ q is not equal to 0. അപ്പോൾ അതാണ് റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ഇറാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടാവില്ലേ, അതായത് p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്, അതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഫൈനലി ഇറ്റ് കംസ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം. It is a technique of applying Euclid's division lemma repeatedly to find the HCF of two positive integers. അതായത് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ആൽഗോരിതം ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്ന് അറിയണം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഇസ്. It says that any positive integer a can be divided by any other positive integer b in such a way that it leaves a remainder r that is smaller than b. So a എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ഓക്കെ, ആൻഡ് b എന്ന് പറയുന്നത് വേറൊരു നമ്പർ ഉണ്ട്. അപ്പോൾ a എന്ന് പറയുന്നത് it can be divided by b in such a way that it leaves a remainder r where r will be less than, smaller than b. ക്ലിയർ ആയല്ലോ? സോ ഇതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് a is equal to bq plus r. a is equal to b into q plus r where r lies between 0 and b. It can be equal to 0 or it can be greater than 0, but it is always less than b. അതാണ് കണ്ടീഷൻ. 0 less than or equal to r less than b. അതായത് ഈ a is equal to bq plus r എന്ന് പറയുന്നത് എന്താ? Dividend is equal to divisor into quotient plus remainder. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുക, എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യുക. സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് a ആണ് അല്ലെ. a is equal to bq plus r. ഇവിടെ LHS എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. സോ a is equal to ഡിവിഡൻഡ്. നെക്സ്റ്റ് ഡിവൈസർ എന്താ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ്. ഇപ്പോൾ ഡിവൈസർ b യും കോഷ്യന്റ് എന്ന് പറയുന്നത് q ആണ്. ലാസ്റ്റ് വൺ പ്ലസ് r, അതായത് റിമൈൻഡർ സ്മോൾ ലെറ്റർ r. ക്ലിയർ ആയല്ലോ? നൊട്ടേഷൻസ് എല്ലാം മനസ്സിലായല്ലോ? സോ അതായത് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം എന്ന് പറയുന്നത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്ന് അറിയണം. അപ്പോൾ അതിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് a is equal to bq plus r. a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ b കൊണ്ട്, b എന്ന് പറയുന്നത് again another positive integer, a can be divided by b in such a way that we get a remainder r which will be less than b. ക്ലിയർ ആയല്ലോ? a is equal to bq plus r ആണ്, where 0 is less than or equal to r less than b. a എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്, b എന്ന് പറയുന്നത് ഡിവൈസർ ആണ്, q quotient ആണ്, r എന്ന് പറയുന്നത് റിമൈൻഡർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
ഇത് 39 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് 39 ഡിവിഡൻറ്റ്. ക്ലിയർ ആയി? അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ. 5 എന്ന് പറയുന്നത് ഡിവൈസർ ആണ് ബി. അപ്പോൾ 39നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ 39 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാം. അപ്പോൾ 5ന്റെ ഒരു പ്രോഡക്റ്റ് വാല്യൂസ് എന്താ വരിക? അപ്പോൾ മാക്സിമം 5 into 7 is 35. 5 into 8 40 ആണ്, which is greater than 39. സോ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ലെസ്സർ ദാൻ 8, അതായത് 7 ആണ് വരിക. അപ്പോൾ 5 into 7 is 35. ഈ സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ 39 minus 35 ചെയ്യുക. വി ഗെറ്റ് ദ റിമൈൻഡർ 4. ഇനി നമുക്ക് 4 ഡിവൈഡ് ബൈ 5 ചെയ്യാൻ പറ്റും? ഇല്ല. കാരണം എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ അല്ലെ, ഡിവൈസർ ആണ്. അപ്പൊ ആർ ലെസ് ദാൻ ബി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയല്ലോ? സോ ഇവിടെ കോഷൻ ക്യൂ നമുക്ക് കിട്ടിയത് 7 ആണ്. നെക്സ്റ്റ് ഡിവിഡൻഡ് എ എന്ന് പറയുന്നത് 39 ആണ്. ഡിവൈസർ ബി ഇസ് 5 ആൻഡ് വി ഗോട്ട് ദ റിമൈൻഡർ ആർ ആസ് 4. ഓക്കെ, അപ്പൊ ഇതിനെ ജസ്റ്റ് നമ്മൾ എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ഫോമിൽ എക്സ്പ്രസ് ചെയ്ത് നോക്കാം. എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. അതായത് എ എന്ന് പറയുന്നത് എന്താ? 39 ആണ്. സോ 39 ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 7 ആണ്, സോറി 5 ആണ്. 5 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 7 പ്ലസ് ആർ എന്ന് പറയുന്നത് എന്താ? 4 ആണ്. സോ 5 ഇൻറ്റു 7 എന്ന് പറയുന്നത് 35 plus 4, which is equal to 39. So both LHS and RHS are equal. Clear ആയല്ലോ? സോ അതാണ് A is equal to BQ plus R എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഡിവിഷൻ പ്രോസസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം റിപ്പീറ്റഡ് ആയി വരണം എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു റിമൈൻഡർ R കിട്ടും, which will be less than the divisor B. Next, based on Euclid's division lemma, to obtain the HCF of two positive integers A and B, where A is greater than B, follow the algorithm below. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ നമ്മൾ നോക്കി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൽഗോറിതം, യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോറിതം, അതാണ് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ അപ്ലൈ ചെയ്ത്, അതായത് ഡിവിഷൻ ലെമ്മ നമ്മൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് to find Q and R such that A is equal to BQ plus R, where 0 less than or equal to R less than B. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് ഏത് വരെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു ഡിവിഷൻ അല്ലെ. R നമുക്ക് ലെസ് ദാൻ B കിട്ടുന്ന വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റിമൈൻഡർ നോക്കുക. ഇഫ് റിമൈൻഡർ ഇസ് നോട്ട് ഈക്വൽ ടു 0, that is R is not equal to 0, in that case replace A with B and B with R. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആൽഗോരിതം ആണ്. സോ നമ്മൾ നോർമലി യെസ് ഓർ നോ രണ്ട് കേസ് നോക്കില്ലേ, അതുപോലെയാണ്. ഇഫ് ആർ, അതായത് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ആർ ആണ് നമ്മളിവിടെ സ്റ്റെപ്പ് പറയുന്നത്. ആർ നോട്ട് ഈക്വൽ ടു 0, ഈക്വൽ ടു 0, ഇതാണ് രണ്ട് കേസസ് വരാം. അപ്പോൾ ഫസ്റ്റ് ആർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എനെ ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം ആൻഡ് ബിനെ ആർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇഫ് ആർ ഇസ് ഈക്വൽ ടു 0, ആർ ഇപ്പോൾ 0 ആണെങ്കിലോ നമുക്ക് ഇപ്പോൾ ബി എന്ന് പറയുന്നത് അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആ ബി ആണ് റിക്വയർഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നെക്സ്റ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മെൻഷൻ ചെയ്യാം. യൂസ് യൂക്ലിഡ്സ് ആൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 867 ആൻഡ് 255. ഇതാണ് രണ്ട് നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. യൂക്ലിഡ്സ് ആൽഗോരിതം നമുക്ക് വെച്ചിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 867ഉം 255. നമുക്ക് അതിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രേറ്റർ നമ്പർ? 867 ആണ്. ഇറ്റ് ഈസ് ഓബ്വിയസ് അല്ലെ, 867 ആണ് ലാർജർ നമ്പർ അല്ലെ, ബിഗർ വാല്യൂ. സോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് എന്താ? A എന്ന് പറയുന്നത് 867 ആയിട്ട് എടുക്കാം, അതായത് ബിഗർ നമ്പർ. സ്മോളർ നമ്പർ 255 നമ്മൾ B ആയിട്ട് എടുക്കാം. ക്ലിയർ ആയല്ലോ? സോ 867 ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ A is equal to BQ plus R ഇല്ലേ, അതുപോലെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ ഇവിടെ A എന്ന് പറയുന്നത് നമ്മൾ ഏതെടുത്തത്? 867ഉം B എന്ന് പറയുന്നത് 255. A is equal to BQ plus R. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് 255 ഇൻറ്റു കോഷൻ പ്ലസ് റിമൈൻഡർ. അപ്പോൾ നമുക്ക് ഇതേപോലെ 255യുടെ മൾട്ടിപ്പിൾസ് നോക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ വേണം. അപ്പോൾ 255 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞിട്ട് 102 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 867 വാല്യൂ കിട്ടും.
നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമുക്കിപ്പോൾ 867നെ മൾട്ടിപ്പിൾ ഓഫ് 255, ഇപ്പോൾ 255 ഇൻറ്റു 3 ചെയ്തിട്ട് പിന്നെ ബാലൻസ് എത്ര ആഡ് ചെയ്യണം? 102 ആഡ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് 867 കിട്ടുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? 255നെ നമ്മൾ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് 255നെ 102ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 102 ഇൻറ്റു 2, ഇപ്പോൾ നമുക്കറിയാം 204 ആണ് അല്ലേ? 204 പ്ലസ് 51 ചെയ്യാം. സോ വി ഗെറ്റ് 255. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ സപ്പോസ് 102 ഇൻറ്റു 3 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 306 ആണ് കിട്ടുക. 306 എന്നത് 255ന് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ടാണ് നമ്മൾ 102 ഇൻറ്റു 3 എടുക്കാത്തത്, ജസ്റ്റ് പ്രീവിയസ് നമ്പർ മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ഇവിടെ 255 ഇൻറ്റു 3 ചെയ്തിട്ട് കിട്ടിയ വാല്യൂ അതിൻ്റെ ഒപ്പം 102 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 255 ഇൻറ്റു 3 എത്രയാണ് നോക്കാം. 5 3s are 15, 5 3s are 15, 16, 2 3s are 6, 765. സോ 765ൻ്റെ കൂടെ ഇനി എത്ര ആഡ് ചെയ്യണം? അപ്പോൾ അതെന്ത് ചെയ്താൽ മതി? 867 മൈനസ് 765 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 102 വാല്യൂ കിട്ടും. മനസ്സിലായോ? ആ 102 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? സോ 255 ഇൻറ്റു 3 പ്ലസ് 102 ചെയ്തപ്പോൾ നമുക്ക് 867 കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ, അതായത് 255നെ ഇതേപോലെ 102ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 102 ഇൻറ്റു 2 പ്ലസ് 51 ചെയ്തു. എഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരിക? ഇപ്പോൾ ഈ കിട്ടിയ 102 അല്ലേ, അതിനെ നമ്മൾ 51 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഒറ്റ സ്റ്റെപ്പ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ 102 ഡിവൈഡഡ് ബൈ 51 ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? 51ന്റെ മൾട്ടിപ്പിൾ, ദാറ്റ് ഇസ് 51 ഇൻറ്റു 2, ദാറ്റ് ഇസ് 102. അപ്പോൾ റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ബാലൻസ് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. സോ അവിടെ 0 എന്ന് എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 867 ആൻഡ് 255 ഏതാ? ഇപ്പൊ കിട്ടിയ ലാസ്റ്റ് വാല്യൂ ഇല്ലേ? 51. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? എപ്പോഴും എക്സാമ്പിളിനെ ബേസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ജസ്റ്റ് തിയറി മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല, പ്രോബ്ലംസ് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ എപ്പോഴും ഏതൊരു തിയറി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒപ്പം തന്നെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഈസിയർ ആയിരിക്കും. സോ ഇവിടെ 102 എന്ന് പറയുന്നത് ഫൈനലി 51 ഇൻറ്റു 2 പ്ലസ് 0 ആണ്. ഇപ്പോൾ റിമൈൻഡർ 0 ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കിട്ടിയത് എന്താണ്? 51. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അതെന്താന്ന് പറഞ്ഞുതരാം. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഇസ് യുണീക്ക്. ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിൽ തന്നെയാണ്, യുണീക്ക് ആണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ അറിയുന്ന ഓർഡർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യുണീക്ക് ആണ്. ഓക്കെ, പ്രൈം ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഓർഡർ നമ്മൾ കൺസേൺ അല്ല എങ്കിൽ ആ ഫാക്ടറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആണ്. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് 72 എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ ഫാക്ടറൈസേഷൻ ആണ് ഇതുപോലെ ട്രീ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. സോ 72 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 36 ഇൻറ്റു 2. അതായത് പ്രൈം ഫാക്ടേഴ്സ്, ആദ്യം തന്നെ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് റീകളക്ട് ചെയ്യും. നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? അതർ ദാൻ 1 വേറെ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സാണ്. സോ 2, 3, then 5, 7, 11, 13, etc. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ നമ്പേഴ്സ് നോക്കിയാൽ അറിയാം
ഈ ഓരോ നമ്പേഴ്സിനെ എടുത്ത് നോക്കിയാൽ അറിയാം അതിന് വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല, 1 ഒഴികെ. ഇപ്പൊ 1 എന്ന് പറയുന്നതൊക്കെ നമുക്ക് എല്ലാത്തിനും ഇൻറ്റു 1 എഴുതാൻ പറ്റും. അപ്പോൾ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ്, അതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഏതാ? ഈ പറഞ്ഞ പോലെ 4, 6, 8 എക്സെട്ര. ഇത് 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം, 6നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം അല്ലെ, 8നെ 4 into 2 എന്ന് എഴുതാം, അല്ലെങ്കിലോ 2 into 2 into 2. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നു. അപ്പൊ ഇത് തന്നെയാണ് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇനി നോക്കാം. അതായത് പ്രൈം ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ ഫോമില് ഇതേപോലെ ട്രീ ഫോമിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ 72 എന്ന് പറയുന്നത് 2 into 36 ആണ്. ഓക്കെ, അഗെയിൻ 36 2 into 18 ആണ്. 18 എന്ന് പറയുന്നത് 2 into 9 ആണ്. 9 ഇനി നമുക്ക് 2 ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടോ? ഇല്ല. സോ 3 into 3. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ ആ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഇതാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ അറിയേണ്ട ടേംസ് ആണ് LCM, HCF, ഓൾസോ റിലേഷൻ ബിറ്റ്വീൻ ബോത്ത് LCM ആൻഡ് HCF. LCM ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. LCM പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അതുപോലെ HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം. ഫോർമുല എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ LCM എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ പ്രൈം ഫാക്ടറിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ അല്ലേ, അതിന്റെ പ്രോഡക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സിൽ ഇതേപോലെ പ്രൈം ഫാക്ടറിന്റെ ഗ്രേറ്റസ്റ്റ് പവർ അത് നമ്മൾ ചൂസ് ചെയ്യാൻ എന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നെക്സ്റ്റ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF. HCF എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ്, ശ്രദ്ധിക്കണം, സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. നേരത്തെ നമ്മൾ LCMൽ കോമൺ എന്ന് പറഞ്ഞിട്ടില്ല, കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഡിഫറൻസ്. HCFൽ ഈച്ച് കോമൺ പ്രൈം ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ അതിന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ, ആ കോമൺ പ്രൈം ഫാക്ടേഴ്സിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പവർ വാല്യൂസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്രോബ്ലംസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആവും. നൗ റിലേഷൻ ബിറ്റ്വീൻ LCM ആൻഡ് HCF. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഇപ്പൊ സപ്പോസ് 2 നമ്പേഴ്സ് എടുക്കുക, അതായത് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A ആൻഡ് B കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 നമ്പേഴ്സിന്റെയും HCFന്റെയും LCMന്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? ആ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് വാല്യൂ തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? അതായത് if there are 2 positive integers A and B, then product value of A and B, അതായത് A into B, നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ HCF ആൻഡ് LCM. ഈ തന്നിരിക്കുന്ന 2 നമ്പേഴ്സിന്റെ HCF LCM ഉണ്ടാലേ, ആ 2 വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്താൽ A into Bയുടെ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ദിസ് റിലേഷൻഷിപ്പ് ഓൺലി ഹോൾഡ്സ് ഗുഡ് ഫോർ 2 നമ്പേഴ്സ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 നമ്പേഴ്സിന്റെ കേസിലാണ് ഇത് സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. ക്ലിയർ ആയി? മോർ ദാൻ 2 നമ്പേഴ്സിന്റെ കേസിൽ ഇത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പൊ ഇതിൽ ജസ്റ്റ് എങ്ങനെയാണ് LCM HCF കണ്ടുപിടിക്കുന്ന ബേസിക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫൈൻഡ് LCM ആൻഡ് HCF ഓഫ് 504 and 735. ഓക്കെ, ഇപ്പൊ 504ഉം 735ഉം അതിന്റെ സെപ്പറേറ്റ് ഫാക്ടറൈസേഷൻ, അതായത് ഇൻ ട്രീ ഫോം തന്നിട്ടുണ്ട് അല്ലെ. ട്രീ ഫാക്ടറൈസേഷൻ ഇവിടെ ഫിഗർ ഡയഗ്രാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയാൽ അറിയാം 504 എന്ന് പറയുന്നത് 2 into 252 ആണ്. 252 again 2 into 126. 126 is 2 into 63. Again 63 എന്ന് പറയുന്നത് ഇനി 2 ഇല്ല, അപ്പൊ അതിന്റെ പ്രൈം ഫാക്ടർ വേറെ വരുന്നത് 3 ആണ്. 3 into 21 ആണ്. 21 can be again factorized as 3 into 7. Next 735.
735 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതേപോലെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക. ഇപ്പോൾ 735 അത് നോക്കിയാൽ തന്നെ അറിയാം 735 എന്ന് പറയുന്നത് അതൊരു ഈവൺ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. കംപ്ലീറ്റ് നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്ന പോലെ കിട്ടില്ല ആൻസർ. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ അനദർ വാല്യൂ കൺസിഡർ ചെയ്യുക. ഇപ്പം ഇവിടെ 3 എന്ന് പറയുന്നത് 3 നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 3 2s are 6 then 13 3 4s are 12 again ഒരു ബാലൻസ് 1 വന്നു 15 3 5s are 15. അതുകൊണ്ടാണ് 3 into 245. ഈവൺ നമ്പർ ആണെങ്കിൽ എന്തായാലും 2 ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആയോ? അല്ലാത്തപ്പോഴാണ് നമ്മൾ 3 5 ആ കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കേണ്ടത്. ഇപ്പോൾ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ അറിയാം 0 അല്ലെങ്കിൽ ഈവൺ ഡിജിറ്റ്സ് ആണ് വരിക. ഓക്കെ, ഇപ്പോൾ 3 ആകുമ്പോൾ ഇതേപോലെ നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അതുപോലെ 5 ഡിവിസിബിലിറ്റി ബൈ 5 പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എൻഡ്സ് ഇൻ 0 or 5. ഓക്കെ, അപ്പം അങ്ങനെ ഡിജിറ്റ് ബൈ ഡിജിറ്റ് നോക്കിയാലും മനസ്സിലാവും. സോ ഇവിടെ നെക്സ്റ്റ് 245 ഇപ്പം നമുക്ക് കിട്ടി. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ ഡിവിസിബിൾ ബൈ 5 നോക്കുക. 5 into 49 ആണ്. 49 അഗെയിൻ ഫാക്ടറൈസ്ഡ് ഇൻ ടു 7 into 7. ഇനി നമ്മൾ ജസ്റ്റ് പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഈ ഓരോ നമ്പറിനെയും എഴുതുക. എന്നിട്ട് LCMഉം HCFും കണ്ടുപിടിക്കാം. ഇപ്പോൾ 504 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഈ പ്രൈം ഫാക്ടേഴ്സ് എടുത്തെഴുതാം. 2 into 2 into 2 into 3 into 3 into 7. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 735 എങ്ങനെ എഴുതാം? 3 into 5 into 7 into 7. ഓക്കെ, ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൺസിഡർ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ പ്രൈം ഫാക്ടേഴ്സ് നോക്കുക. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരിക? നമുക്കറിയാം 735ലും 504ലും ഇതേപോലെ 3 വാല്യൂ കോമൺ ആണ്, ശരിയല്ല? നെക്സ്റ്റ് 7 വാല്യൂ കോമൺ പ്രൈം ഫാക്ടർ ആണ്. ഇനി എന്താ കൺസിഡർ ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് പവർ എടുക്കുക. അതായത് ഇതിനിപ്പോൾ ഈ 504 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 2 into 2 into 2 3 ടൈംസ് വന്നു. സോ 2 raised to 3 അല്ലേ? ഇൻറ്റു 3 into 3 എന്ന് പറയുന്നത് 3 raised to 2. നെക്സ്റ്റ് ഇൻറ്റു 7 raised to 1. അതാണ് 504. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 735നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഓൾറെഡി 3 1 ടൈമേ വന്നിട്ടുള്ളൂ. സോ 3 raised to 1 ഇൻറ്റു 7 into 7 പറയുന്നത് 7 raised to 2. 7 raised to 2 into 5 വൺസേ വന്നിട്ടുള്ളൂ 5 raised to 1. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം, ഈ രണ്ട് നമ്പേഴ്സ്. ഓക്കെ, സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാം. ആദ്യം 3 ഉണ്ട് രണ്ട് കേസിലും, 7 ഉണ്ട് അല്ലേ? 3ഉം 7ഉം ഉണ്ടല്ലോ. സോ 7 ഉണ്ട് 3 ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്മോളസ്റ്റ് പവർ എടുക്കണം. അതായത് ഇപ്പോൾ 3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ 3 raised to 2 ഉണ്ട്, 3 raised to 1 ഉണ്ട്. ഏതാണ് സ്മോളസ്റ്റ് പവർ? 3 raised to 1. സോ അത് നമ്മൾ എഴുതാം 3 raised to 1 ഇൻറ്റു നെക്സ്റ്റ് ടേം എടുക്കേണ്ടത് 7 ആണ്. 7ന്റെ സ്മോളസ്റ്റ് പവർ ഏതാ? ഇവിടെ 7 raised to 2 ആണ്, ഇവിടെ 7 raised to 1 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് പവർ 7 raised to 1 ആണ്. അതും കൺസിഡർ ചെയ്യാം. ഇനി കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. സോ 3 raised to 1 into 7 raised to 1, അതായത് 3 into 7 ദാറ്റ് ഇസ് 21. ക്ലിയർ? അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ആദ്യം മനസ്സിലാക്കുക, അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പവർ കൺസിഡർ ചെയ്ത് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് LCM ആണ്. LCM എന്ന് പറയുമ്പോൾ ഇതേപോലെ ഹയസ്റ്റ് പവർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം അല്ലേ? എഗെയിൻ ഞാൻ അതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. പ്രൈം ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് ഇത് നോക്കി അറിയാം. 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. എഗെയിൻ ഇവിടെ 3 7 5 ആണ്. സോ 2
3, 5, 7. ഇതാണ് പ്രൈം ഫാക്ടേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സിലുള്ള പ്രൈം ഫാക്ടേഴ്സ്. കോമൺ അല്ല പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കോമൺ ഫാക്ടേഴ്സ് അല്ല എടുക്കേണ്ടത്. എല്ലാം പ്രൈം ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യാം. ഇപ്പൊ 2, 3, 5, 7. ഓക്കെ, ഈ 4 പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഇതിന്റെ ഹയസ്റ്റ് പവർ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്പർ കൺസിഡർ ചെയ്യാം. ഇവിടെ നേരത്തെ എഴുതിയ പോലെ തന്നെ 2 raised to 3 into 3 square into 7 ഉം ഈ വാല്യൂ എന്ന് പറയുന്നത് 3 into 7 square into 5. 5 എന്ന് പറയുന്നത് 5 raised to 1, അത് ഞാൻ എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. സോ നമുക്ക് ഇവിടെ ഹയസ്റ്റ് പവർ 2ന്റെ ഏതിലാണ് വരുന്നത്? ഇവിടെയാണ്. 2 ക്യൂബ് ആണ്. കാരണം സെക്കൻഡ് നമ്പറിൽ അതില്ല. സോ 2 ക്യൂബ് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 3. 3യുടെ വാല്യൂ ഹയസ്റ്റ് പവർ ഇവിടെയാണ്. 3 സ്ക്വയർ ആണ്. ഇവിടെ ജസ്റ്റ് 3 ഉള്ളൂ. സോ 3 സ്ക്വയർ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് 7ന്റെ ഹയസ്റ്റ് പവർ ഇവിടെയാണ്. 7 സ്ക്വയർ. സോ 7 സ്ക്വയർ കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് വൺ 5 ആകെ ഒറ്റ വാല്യൂ ഉള്ളൂ. സോ 5 തന്നെ ആയിരുന്നു. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 3 times. 2 into 2 into 2. 3 2 times. 3 into 3. Then 7 2 times. 7 into 7 into 5. അതായത് 17,640. അതാണ് ആൻസർ. അപ്പോൾ ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് HCFും LCMും കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. താങ്ക് യു.